ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. നമസ്കാരം. ഇന്ന് 2025 മെയ് മാസം 18 മുതൽ മെയ് മാസം 24 വരെയുള്ള ഒരാഴ്ചക്കാലത്ത് 27 നക്ഷത്രക്കാരുടെ ശുഭാശുഭ ഫലസൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഇവിടെ പറയുന്നത്. വളരെയധികം ഗ്രഹമാറ്റങ്ങൾ വരുന്ന മാസങ്ങളാണിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനുഭവങ്ങളിൽ വളരെയധികം വ്യത്യാസം വരും എന്ന് പലരും ധരിക്കുന്നുണ്ടാവും. വളരെയധികം വ്യത്യാസം വരില്ല. കാരണം ഗ്രഹമാറ്റം ഉണ്ടായിട്ട് കുറച്ചു കാലം കഴിയണം പല കാര്യങ്ങളും അനുഭവവേദ്യമാകുവാനായിട്ട്. ഈ ഗ്രഹമാറ്റം കൊണ്ട് ജാതകത്തിലെ ദശാപഹാരങ്ങൾ കൂടി നമ്മൾ കമ്പയർ ചെയ്തിട്ട് വേണം ഫലങ്ങൾ നമ്മൾ അനുഭവിച്ചറിയുവാൻ, അല്ലെങ്കിൽ ഫലങ്ങളെക്കുറിച്ച് നമ്മൾ നിശ്ചയിക്കുവാനായിട്ട്. ഇവിടെ നമുക്ക് ഗ്രഹനില നോക്കുവാനുള്ള ഒരു സംവിധാനം, ഓരോ വ്യക്തിയുടെയും ഗ്രഹനില നോക്കി ഫലം പറയുക എന്നുള്ളതല്ല, പൊതുഫലം പറയുക എന്നുള്ളതാണ്. ഇപ്പോൾ വ്യാഴൻ ഇന്ന രാശിയിൽ നിൽക്കുമ്പോൾ ഇന്ന ഫലം, 9 നിൽക്കുമ്പോൾ 11 നിൽക്കുമ്പോൾ ഇന്ന ഫലം, ശനി 6 നിൽക്കുമ്പോൾ 11 നിൽക്കുമ്പോൾ ഈ ഫലം, ഇതിൻ്റെ കമ്പൈൻഡ് എഫക്റ്റ് ആണ് ഈ പ്രോഗ്രാമിൽ പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളുമാണ് പറയുന്നത് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. ജാതകത്തിൽ ഇപ്പോൾ ശനി ബലവാനാണ്, അല്ലെങ്കിൽ ശുഭകാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള യോഗ്യതയുണ്ട് എങ്കിൽ ശനി ഇപ്പോൾ ഏത് രാശിയിലായാലും നമുക്ക് ഗുണപരമായിട്ടുള്ള അല്ലെങ്കിൽ ഗുണകരമായിട്ടുള്ള ഫലങ്ങളായിരിക്കും വരിക എന്ന് പ്രത്യേകിച്ചറിയാം. അതുകൊണ്ട് ശനി, ഏഴര ശനി അല്ലെങ്കിൽ കണ്ടക ശനി എന്ന് കേൾക്കുമ്പോൾ പലരും ഇങ്ങനെ ഭയത്തോടുകൂടി ഏഴര ശനിയാണ് എന്നൊക്കെ പറയാറുണ്ട്. അതിൽ കാര്യമില്ല. പലർക്കും ഏഴര ശനിക്കാലമായിരിക്കും ഉയർച്ച വരുന്നത്, വിവാഹം നടക്കുന്ന, ബിസിനസ് പ്രോസ്പർ ചെയ്യുന്ന എന്നുള്ള കാര്യം പ്രത്യേകം അറിയാം. അതുപോലെ തന്നെ വ്യാഴൻ ഇപ്പോൾ അഷ്ടമത്തിൽ വരിക അല്ലെങ്കിൽ 12 വരിക, വേദുരിത സ്ഥാനത്ത് വരിക, രോഗശത്രുഘട സ്ഥാനത്ത് വരിക 6ാം ഭാവത്തിൽ. അപ്പോൾ ഇങ്ങനെ ആകെ ദൈവാധീനം കുറവാണല്ലോ എന്നൊക്കെ പറയാറുണ്ട്. ഇല്ല, അങ്ങനെയല്ല. ജാതകത്തിൽ വ്യാഴൻ്റെ ബലവാനായിട്ടുള്ള വ്യാഴനുള്ള ഒരു ജാതകമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാരവശാൽ ദൈവാധീനക്കുറവ് വന്നാലും അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കേണ്ട ആവശ്യം വരില്ല എന്നുള്ളതാണ്. ശുഭ ഫലങ്ങൾ തന്നെ വരും എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. പിന്നെ ജാതകത്തിൻ്റെ അടിസ്ഥാന ഭാഗ്യം നമ്മളെപ്പോഴും പ്രായോഗിക ജീവിതത്തിൽ പറയാറല്ലോ, ഷീ ഈസ് വെരി ലക്കി അല്ലേ. ഇപ്പോൾ എൻജിനീയറിംഗ് ജസ്റ്റ് ബിടെക് ക്വാളിഫൈ ചെയ്തേ ഉള്ളൂ, ഗോട്ട് എ വെരി ഗുഡ് പോസ്റ്റിംഗ് ആൻഡ് ഹിയസ് കം അപ്പ് വിത്തിൻ 3 years ടു എ വെരി ഗുഡ് പൊസിഷൻ. നമ്മൾ പറയാറുണ്ട് നല്ലൊരു സ്ഥിതിയിലെത്തി 3 വർഷം കൊണ്ട്. പലപ്പോഴും ചിലപ്പോൾ MTech കഴിഞ്ഞാലും ഈ പൊസിഷനിൽ എത്തണമെന്നില്ല, അല്ലെങ്കിൽ MTechഉം PhDയും കഴിഞ്ഞാലും ഈ പൊസിഷനിൽ എത്തണമെന്നില്ല. അപ്പോൾ വേറെ നമുക്ക് പറയാനൊരു വാക്കില്ലാത്തതുകൊണ്ട് നമ്മൾ പറയും ഭാഗ്യം. ചിലർ പറയും ദൈവാധീനമുള്ള കുട്ടിയാണ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇതിനെ നമുക്ക് ഭാഗ്യമെന്നോ ദൈവാധീനമെന്നോ എന്ത് വേണമെങ്കിൽ പറയാം. വളരെയധികം ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും പലപ്പോഴും അർഹിക്കുന്ന സ്ഥാനം ലഭിക്കാണ്ടിരിക്കുക. അതുപോലെ വിവാഹ കാര്യത്തിലും ഇങ്ങനെ വരാം. എന്തെല്ലാം ക്വാളിറ്റീസ് ഉണ്ടായാലും അനുയോജ്യമായിട്ടുള്ള വിവാഹാലോചന വരാത്തതുകൊണ്ട്, അനുയോജ്യമായിട്ടുള്ള ജീവിത പങ്കാളി വരാത്തത് കൊണ്ടൊക്കെ വിവാഹം ഇങ്ങനെ വൈകി പോകുന്നത് നമ്മൾ കാണാറുണ്ട്. ദൈവാധീനം വരണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ദൈവാധീനം വരുവാനായിട്ടുള്ള പ്രാർത്ഥനാക്രമങ്ങൾ ഭാരതീയ ആചാരപ്രകാരമുള്ള പ്രാർത്ഥനാക്രമങ്ങളാണ് ഇവിടെ പറയുന്നത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. ഇനി രാശിഫലത്തിലേക്ക് കിടക്കാം. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. ജീവിതത്തിൽ ഉയർച്ചയുടെ കാലം തന്നെയാണ്. സാമ്പത്തികമായി മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഈ വാരം വരുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. പ്രൊമോഷൻ സാധ്യത, അല്ലെങ്കിൽ വരുമാന കൂടുതൽ, ഇൻക്രിമെൻ്റ് അരിയേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കുറച്ചു കാലമായി പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ലഭിക്കാത്ത പണം ഒക്കെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കുന്ന ഒരു കാലവുമാണ്. അതാണ് ഇപ്പോൾ ഇലക്ട്രോണിക് അപ്ലയൻസസ്, ഹോം അപ്ലയൻസസ് ഇതൊക്കെ വാങ്ങാനായിട്ട് പണം ചെലവാക്കുന്ന ഒരു കാലമാണ്. പിന്നെ വീട് വാങ്ങുക, അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പോൾ പൊതുവേ പ്രൊഫഷണലായിട്ടും ഫൈനാൻഷ്യലായിട്ടും മെച്ചമായിട്ടുള്ള അനുഭവങ്ങൾ കാണുന്നു. പക്ഷേ ശനിയുടെ ഒരു മാറ്റം കൊണ്ടും വ്യാഴൻ്റെ ഒരു മാറ്റത്തിൻ്റെ ആ ഒരു സാധ്യത കൊണ്ടുമൊക്കെ പല കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ തീരുമാനമെടുക്കണം എന്നുള്ളതാണ്. വൈകാരികമായിട്ടുള്ള കാര്യങ്ങളിൽ ചില പ്രയാസങ്ങൾ വരാം. അത് ശ്രദ്ധയോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നമുക്ക് വളരെ എളുപ്പമായിട്ടുള്ള ഒരു മാർഗത്തിലൂടെ നമുക്കത് അതിജീവിക്കുവാൻ കഴിയും. അതുപോലെ ജീവിത പങ്കാളിയുമായിട്ടോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളുമായിട്ടോ പരിചയക്കാരുമായിട്ടോ ഈ വാഗ്വാദം, ഒരു ആർഗ്യുമെൻറ്റിനൊന്നും പോകരുത്. പുഞ്ചിരിയോടുകൂടി കാര്യങ്ങളെ സമീപിക്കുക. കാരണം നല്ല സമയമാണ് ഒരു വശത്ത്, മറ്റൊരു വശത്ത് വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾ അൺഎക്സ്പെക്റ്റഡായിട്ട് വരാനുള്ള ഒരു സാധ്യത ഏറുന്ന ഒരു വാരമാണ് എന്നുള്ളതുകൊണ്ട് സ്വയം നിയന്ത്രണത്തോടുകൂടി ജീവിക്കുക. പുതിയ പാർട്ട്ണർഷിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തൽക്കാലം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പ്രണയവും വളരെ ശ്രദ്ധയോടുകൂടി മാത്രം മുന്നോട്ട് പോകേണ്ട
കൊണ്ടുപോകേണ്ട ഒരു വാരമാണ് എന്ന് പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകും, പക്ഷെ അതിലും ഒരു സ്ക്രൂട്ടിനി അത്യാവശ്യമാണ്. ശ്രദ്ധയോടുകൂടി വേണം കാര്യങ്ങൾ. ഈ രാശിയിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ, അതായത് ഒരു 10 to 20% ആൾക്കാർക്ക് മാത്രമേ സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുള്ളൂ. അതായത് അവരുടെ ജാതകത്തിൽ ഭാഗ്യ സ്ഥാനത്തിന് അല്പം ബലക്കുറവായിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സാമ്പത്തികമായിട്ട് പ്രയാസങ്ങളുണ്ട്. അവർ ചെയ്യേണ്ട കാര്യം രാശിനാഥനായിട്ടുള്ള ചൊവ്വയെ, ഭദ്രയെ പ്രത്യേകം പ്രാർത്ഥിക്കുക, ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ഇടവം രാശി കാർത്തിക അവസാനത്തെ 1/4 ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. കാര്യങ്ങൾ അല്പം മെച്ചമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും എന്നുള്ളതാണ്. അതായത് സൂചനകൾ പെട്ടെന്ന് ഇങ്ങോട്ട് എല്ലാ അനുഭവത്തിൽ വരണമെന്നില്ല. കാര്യം എന്തൊക്കെ അനുകൂലമായിട്ടുള്ള ചലനങ്ങൾ വരുന്നു എന്ന് തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതായത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഇങ്ങനെ അധിക പണച്ചെലവും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നടക്കാത്തതിൻ്റെ ഒരു വിഷമവും, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലാക്ക് ഓഫ് എനർജിയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു താല്പര്യക്കുറവുമൊക്കെ വന്നിട്ടുണ്ടാകും. നല്ല കോഴ്സസിന് അഡ്മിഷൻ ലഭിച്ചാൽ പോലും ആ കോഴ്സിൽ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് വരിക. ജോലി ഇങ്ങനെ പ്രതീക്ഷിക്കുന്നു, അതിനൊരു സൂചന കിട്ടുന്നു, പക്ഷേ അങ്ങോട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരവസ്ഥയൊക്കെ കഴിഞ്ഞ കാലത്തുണ്ട് ഉണ്ടായിരുന്നിരിക്കാം. ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് ഈ ചിലവായിരുന്നിരിക്കാം കഴിഞ്ഞ കാലത്ത് ഏറിയിരുന്നത്. വരുമാനത്തിലും പലപ്പോഴും തടസ്സങ്ങളൊക്കെ വന്നിരിക്കാം എന്നുള്ളതുകൊണ്ട് ആകെ ഗൃഹത്തിലൊരു ടെൻഷൻ ഉണ്ടായിരുന്ന അന്തരീക്ഷമായിരുന്നു. അതിൽ കുറവ് വരും ഈ വാരം മുതൽ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ വിഷമിക്കാൻ ഒന്നും തന്നെ ഇല്ല. കുറച്ചുകൂടി നല്ല ഒരു കാലത്തിലേക്കുള്ള പ്രവേശം, ഒരു എൻട്രി ആ ഒരു കാലം ആയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാം. വിവാഹ കാര്യങ്ങളിലും ഉണ്ടായിരുന്നൊരു സ്ലോനെസ്, മന്ദതയൊക്കെ നീങ്ങുന്നതായിട്ട് അനുഭവപ്പെടും. വിദ്യാഭ്യാസ കാര്യങ്ങളിലും തടസ്സങ്ങൾ നീങ്ങി ബെറ്റർ കോഴ്സസിന് അഡ്മിഷൻ ലഭിക്കുന്നതിൻ്റെ ഒരു സൂചന ലഭിക്കുവാൻ, അല്ലെങ്കിൽ നല്ലൊരു ജോലി ലഭിക്കുന്നതിൻ്റെ ചില ബേസിക് ആയിട്ടുള്ള ഇൻഡിക്കേഷൻസ് കാണാനുമൊക്കെയുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു. തടസ്സങ്ങളൊക്കെ നീക്കുവാനായി അടുത്ത ക്ഷേത്രത്തിലെ മഹാഗണപതിയെ ദിവസവും വണങ്ങാ. ശ്രീ ഗണേശ സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. ഈ അനുകൂലമായിട്ടുള്ള ഫലസൂചനകളിലെ തടസ്സങ്ങളൊക്കെ തന്നെ നീങ്ങി അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരും. സന്തോഷമായിരിക്കും. മിഥുനം രാശി മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ 1/4 ഭാഗം. സംസാരം ഒന്ന് നിയന്ത്രിക്കേണ്ട വാരമാണ് എന്നുള്ളതാണ്. അറിയാണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ അറിയാണ്ടെന്ന് വെച്ചാൽ സെൽഫ് കൺട്രോൾ ഇല്ലാതെ അഭിപ്രായങ്ങൾ പറഞ്ഞ് ശത്രുതയൊക്കെ വരാം. വേണ്ടപ്പെട്ടവരും ചിലപ്പോൾ അകന്നു പോകാം. അനാവശ്യമായിട്ടുള്ള ശത്രുത വരാത്ത രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാലമാണ്. വാക്കുകൾ നേരത്തെ പറഞ്ഞതുപോലെ അന്യര് തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ വാക്കുകൾ ചെന്നെത്താം എന്നുള്ളതുകൊണ്ട് ഔചിത്യപൂർണമായിട്ടുള്ള സംഭാഷണം, പെരുമാറ്റം വളരെ പ്രധാനം. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ്, ട്രേഡ് ഒക്കെ നടത്തുന്നവർ വളരെ കോഷ്യസ് ആയിട്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ട്. ഇപ്പോൾ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നീട് അത് വലിയ നഷ്ടത്തിൽ കൊണ്ടുചെന്നെത്തിക്കാം. ലാൻഡ് ട്രാൻസാക്ഷൻസും വളരെ കൺട്രോൾഡ് ആയിരിക്കണം. കൊടുക്കൽ വാങ്ങൽ എന്നാണ് അതിന് പറയുന്നത്. വസ്തു കൊടുക്കുക, വാങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ കൺട്രോൾഡായിട്ട് മുന്നോട്ട് പോകണം. കാരണം പിന്നീട് ലീഗൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. ഇപ്പോൾ ചില നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് അത് അകാരണമായിട്ട് നീണ്ടുപോകുവാനുള്ളൊരു സാധ്യത ഏറെയാണ് എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. അപ്പോൾ ചില കാര്യങ്ങളിൽ അത്ര അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കാണുന്നില്ല എങ്കിലും ചെറിയ കച്ചവടക്കാർക്കൊക്കെ വരുമാനം വർദ്ധിക്കുവാനും എന്തെങ്കിലും സ്റ്റാഗ്നേറ്റഡ് ഐറ്റംസ്, അതായത് ചിലവാകാണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ചിലവായി അല്പം പണം വന്നു ചേരുവാനുമൊക്കെയുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു. തടസ്സങ്ങളൊക്കെ നീക്കുവാനായി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. തടസ്സങ്ങളൊക്കെ നീക്കുവാനായിട്ട് ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുക, ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക, അവിടെ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. ശ്രീകൃഷ്ണ സ്തോത്രം കൂടി ജപിച്ചോളൂ. ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ തന്നെ വരും. സന്തോഷമായിരിക്കും. കർക്കിടകം രാശി പുണർദം അവസാനത്തെ 1/4 ഭാഗം, പൂയം ആയില്യം. പലരും വ്യാഴൻ്റെ അനുകൂല ഭാവം കുറയാൻ പോകുന്നല്ലോ, അല്ലെങ്കിൽ ശനി അല്പം ഒരു അഷ്ടമശനി അങ്ങോട്ട് മാറി 4ാം ഭാഗ്യസ്ഥാനത്താണല്ലോ ശനി എന്ന് പല ജ്യോത്സ്യന്മാരും പറയുന്നത് കൊണ്ടുള്ളൊരു
മനസ്സിൻ്റെ ഒരു വിഷമവും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. പലപ്പോഴും പല പ്രോഗ്രാംസിലും ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടാവും. ശനി അഷ്ടമത്തിൽ നിന്ന് മാറിയെങ്കിലും രാഹു അഷ്ടമത്തിലേക്ക് തന്നെയാണല്ലോ വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ടാകാം. അതായത് 2-ൽ കേതുവുണ്ട്, മാത്രമല്ല വ്യാഴൻ ദുസ്ഥാനത്തേക്ക് പോവുകയാണല്ലോ. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം എന്നൊക്കെ പൊതുവെ കേൾക്കാറുണ്ട്, ജ്യോതിഷികൾ പറഞ്ഞ് കേൾക്കാറുണ്ട്. പക്ഷെ അത്ര മോശമായിട്ടുള്ളൊരു സമയമല്ല കർക്കിടകൻ രാശിക്ക് ഇനി വരാൻ പോകുന്നത് എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാം. പ്രത്യേകിച്ച് വ്യാഴൻ അത്ര ശുഭസ്ഥാനത്തേക്കല്ല വരുന്നതെങ്കിൽ തന്നെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി മെച്ചപ്പെട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ വാരം തന്നെ അല്പം പണം ലഭിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഈ വാരം അത് ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. എന്നാൽ പഴയ ബാധ്യതയുള്ളവർക്ക് മനസ്സിന് അല്പം പ്രയാസമുണ്ട്. ഇതൊക്കെ എങ്ങനെ കൊടുത്തു തീർക്കുക എന്നൊക്കെ ഓർത്ത് അല്പം ഒരു വിഷമം ഉണ്ടാകാം. പ്രണയം അല്ലെങ്കിൽ വിവാഹത്തിനുള്ള സാധ്യതയുണ്ട്. മനസ്സിന് ഏതാണ്ട് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരാൾ വന്നു ചേരാനുള്ള യോഗമുണ്ട്. ഒരു പാർട്ട്ണർ വന്നു ചേരാം. അത് സൗഹൃദമാകാം, അല്ലെങ്കിൽ വിവാഹമാകാം, പ്രണയമാകാം. ഇങ്ങനെ അവരുടെ പ്രായവും സ്ഥാനവും ഒക്കെ അനുസരിച്ചിട്ട് ഇത്തരത്തിലുള്ള പുതിയ പരിചയങ്ങൾ നമുക്ക് ഉയർച്ചയുടെ പടവുകൾ കാട്ടിത്തരും എന്നുള്ളതാണ്. കലാസാഹിത്യം സിനിമാ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് റെക്കഗ്നിഷൻ, അവാർഡ്, കൂടുതൽ വരുമാനമൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയ അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ തന്നെയാണ് കാണുന്നത് ഈ വാരം. സാമ്പത്തികമായി പ്രത്യേകിച്ചും പഴയ ബാധ്യതകൾ കുറയ്ക്കുവാനും കഴിയും. പൊതുവെയുള്ള പ്രയാസങ്ങളൊക്കെ നീക്കുവാനായി തിങ്കളാഴ്ച വ്രതമെടുത്ത് ദുർഗാക്ഷേത്ര ദർശനം നടത്തി ദിവസവും ദുർഗാസ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ കേട്ടോ. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിട്ടിരിക്കുക. ചിങ്ങം രാശി, മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം. വിദ്യാർത്ഥികളാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. പഠനകാര്യത്തിൽ താല്പര്യം കുറയാം, ശരീരത്തിനൊരു ക്ഷീണം, ചെറിയ ഹെൽത്ത് പ്രോബ്ലംസോ അല്ലെങ്കിൽ ഒരു ജനറൽ വീക്ക്നെസ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. പഠിക്കാനിരുന്ന് കഴിയുമ്പോൾ ഒരു ഉറക്കക്കുറവ്, വെറും മടിയല്ല, അതിനകത്തൊരു ഫിസിക്കൽ സൈഡ് കൂടിയുണ്ട്. ശരീരത്തിന് ഇങ്ങനെയുള്ള ഒരു വീക്ക്നെസ് വരുന്ന രീതിയിലുള്ള ചില അനുഭവങ്ങൾ വരാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. അപ്പോൾ അതിലൊക്കെ ഒരു നിയന്ത്രണം വരുത്തണം. പഠനകാര്യങ്ങളിൽ ഉയർച്ച വരുവാൻ ആയിട്ടുള്ള പ്രാർത്ഥനാക്രമങ്ങളും അനുഷ്ഠിക്കേണ്ടത് അത്യാവശ്യം. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി എന്ന് പറയുന്ന എന്നുള്ള ആ ശ്ലോകം 9 പ്രാവശ്യം വീതം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ജപിക്കേണ്ടത് അത്യാവശ്യം. ദേവിയുടെ സാന്നിധ്യം ഉണ്ടാവും. ഔചിത്യപൂർണ്ണമായിട്ട് സംസാരിക്കുവാനും പെരുമാറുവാനും കഴിയും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഉയർച്ചയുണ്ടാകും. ഈ റിസ്കി ആയിട്ടുള്ള ബിസിനസ്സിന് നല്ല വാരമല്ല. അതാണ് ഏറ്റവും പ്രധാനം. ഷെയർ മാർക്കറ്റിലൊക്കെ ഉള്ളവർ പെട്ടെന്ന് ഷെയർ ഫോൾ വരുന്നത് കൊണ്ട് നഷ്ടങ്ങൾ വരാം. അതുപോലെ എന്തെങ്കിലും നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാതെ നമ്മൾ ഉദ്ദേശിച്ച അത് ലാഭം ഉണ്ടാക്കുമല്ലോ എന്ന് പറഞ്ഞ് എന്തിനെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നഷ്ടത്തിൽ പോകുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തൽക്കാലം ഈ വാരം വേണ്ട എന്നുള്ള കാര്യമാണ്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതും മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. ജീവിത പങ്കാളിക്കത് വൈഫാകാം, ഹസ്ബൻഡാകാം, അവർക്ക് ചില ആരോഗ്യ പ്രയാസങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് അവിചാരിതമായിട്ടുള്ളൊരു ക്യാഷ് ഡ്രെയിൻ, പണച്ചെലവും ഈ വാരം കാണുന്നു. പൊതുവെയുള്ള പ്രയാസങ്ങളൊക്കെ നീക്കുവാനായി ചെയ്യേണ്ട പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് ശനിപ്രീതി വരുത്തുക. നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചരം എന്നുള്ള ശ്ലോകം ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും 9 പ്രാവശ്യം വെച്ച് ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്ന് മാത്രമല്ല, സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയുടെ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങും. സന്തോഷമായിരിക്കും. കന്നിരാശി, ഉത്തര അവസാനത്തെ 1/4 ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. ചെലവ് കൂടി വരുന്നതായിട്ട് അനുഭവപ്പെടും. വാഹനത്തിനോ ഗൃഹത്തിനോ റിപ്പയറോ അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെ വരുന്നതുകൊണ്ട് കരുതി വച്ചിരുന്ന പണം ഒരുപക്ഷെ അതിനായി ചെലവാക്കേണ്ടതായി വരാം. അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബിൽ പേയ്മെൻറ്റ്, ഇപ്പോൾ ടാക്സ് ആകാം, ഇൻകം ടാക്സ് ആകാം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വാട്ടർ ചാർജസ്, എന്തെങ്കിലും ഒരു തരത്തിൽ അൺഎക്സ്പെക്റ്റഡ് ഗവൺമെൻറ് സെക്ടറിൽ നിന്നും ഒരു ബില്ല്, പണച്ചെലവ് ഏറുവാൻ സാധ്യതയുള്ള രീതിയിൽ വന്നേക്കാം എന്നുള്ള കാര്യം അറിയാം. പഴയ ബാധ്യതയുള്ളവർക്ക്
ബാധ്യതയുടെ ഒരു പ്രഷർ ഏറെ അനുഭവപ്പെടുന്ന ഒരു വാരമായിരിക്കും. എന്നാലും ആവശ്യത്തിന് പണമൊക്കെ വന്നു ചേരും, സുഖമായിട്ട് ജീവിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാവും. ആഡംബരങ്ങൾക്കായി പോലും പണം ചെലവാക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വരും. യാത്രകൾ, പിക്നിക്കൊക്കെ വരാനുള്ള ഭാഗ്യമുണ്ട്. ചില ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനുള്ള യോഗവുമുണ്ട്. എന്നാലും ചെലവ് നിയന്ത്രിക്കുന്നതായിരിക്കും നല്ലത്. സ്വന്തം ആരോഗ്യ കാര്യങ്ങളിലും ഒരു പ്രത്യേകം ശ്രദ്ധ അത്യാവശ്യം എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. പ്രയാസങ്ങളൊക്കെ നീക്കുവാനായി ശനിപ്രീതി വരുത്തണം. ധർമ്മശാസ്ത്ര സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. അതുപോലെ തന്നെ ഈ സ്തോത്രം ശനിയാഴ്ച ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് 9 പ്രാവശ്യം ജപിക്കുന്നതും വളരെ നല്ലതാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം മുടങ്ങാതെ നടത്തുന്നതും ദോഷങ്ങളൊക്കെ കുറച്ച് ഐശ്വര്യം നൽകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് ഒരു 5 വ്യാഴവട്ടം കടന്നവർ, 5-ാം വ്യാഴവട്ടം എന്ന് നമ്മൾ പറയുന്നത് 60 വയസ്സ് കഴിഞ്ഞവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അവരുടെ കാര്യങ്ങളിൽ യാത്ര ഒക്കെ ഒന്ന് കുറയ്ക്കുക. അസമയത്തുള്ള യാത്ര പ്രത്യേകം കുറയ്ക്കണം എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ദൂരയാത്രയും ഒന്ന് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. പുറത്തുനിന്നുള്ള ആഹാരവും ഒന്ന് ഒഴിവാക്കുക. കാരണം ചെറിയ ആരോഗ്യ പ്രയാസങ്ങൾ ഈ പ്രായമുള്ളവരിൽ ഏറെ പ്രകടമാകുന്ന ഒരു വാരമാണ് എന്നറിയുക. അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് ഇങ്ങനെ ഏറി വരും. എന്നാൽ പല കാര്യങ്ങളിലും ശുഭ സൂചനകൾ വന്നു തുടങ്ങും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് പണം വരാനുള്ള ചില സാധ്യതകളൊക്കെ തെളിഞ്ഞു വരും. കുടുംബത്തിൽ പാർട്ടിഷനൊക്കെ നടക്കുവാനോ അല്ലെങ്കിൽ കുടുംബസ്വത്ത് ഏതെങ്കിലും രീതിയിൽ വന്നു ചേരാനോ ഒക്കെയുള്ളൊരു ഭാഗ്യവും ഈ വാരം കാണുന്നു. വിവാഹകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സ്ലോനെസ് അല്ലെങ്കിൽ മന്ദതയിൽ കുറവ് വരും. വിവാഹാലോചനകളൊക്കെ വന്നു തുടങ്ങുന്ന ഒരു സമയമാണ്. ഊർജ്ജസ്വലത കുറഞ്ഞിരുന്നവർക്ക് ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു താല്പര്യം വരും. പുതിയൊരു ജോലിയൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ അല്പം ഒരു വരുമാന മാർഗം വർദ്ധിക്കുവാനുള്ള യോഗവുമൊക്കെ ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. അതുപോലെ ഹൈ സ്പീഡ് ഡ്രൈവിങ്ങും റൈഡിങ്ങും ഈ വാരം ഒഴിവാക്കുന്നതായിരിക്കും ഏറെ നല്ലത്. എല്ലാ പ്രയാസങ്ങളും നീക്കുവാനായി വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തി അവിടെ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ദിവസവും മഹാലക്ഷ്മി സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ നീങ്ങും. കുടുംബ ബന്ധത്തിലുണ്ടായിരുന്ന ശൈഥില്യവും കുറഞ്ഞ് സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം ലഭിക്കുവാനായി ഈ പ്രാർത്ഥന സഹായിക്കും. സന്തോഷമായിരിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം തൃക്കേട്ട. വിവാഹ കാര്യങ്ങളിൽ താല്പര്യമേറുന്ന ഒരു വാരമാണ് എന്നുള്ളതാണ്. വിവാഹമൊക്കെ ഇപ്പോൾ തൽക്കാലം വേണ്ട, പഠിച്ചു തീരട്ടെ എന്നൊക്കെ പറഞ്ഞവരൊക്കെ വിവാഹത്തിൽ ഒരു താല്പര്യം കാണിക്കുന്ന ഒരു വാരമാണ്. അത് കാണിച്ചു തുടങ്ങുന്ന വാരമാണ്. എന്നാൽ പല കാര്യങ്ങളിലും തടസ്സം വരുന്നില്ലേ എന്നുള്ളൊരു തോന്നലുണ്ടാകാം. ഇപ്പോൾ വിവാഹത്തിലൊക്കെ ഇങ്ങനെ ആലോചനകൾ വന്നിട്ട് പിന്നെ അതങ്ങോട്ട് പ്രൊസീഡ് ചെയ്യാത്ത ഒരു അവസ്ഥയൊക്കെ വരാം. അതിനായിട്ട് ജാതകത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം കൂടി നടത്തണം. ആചാരപ്രകാരം തിങ്കളാഴ്ച വ്രതമെടുത്ത് ശിവക്ഷേത്ര ദർശനം നടത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ. വിവാഹകാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും എന്ന് മാത്രമല്ല, ഈ വാരം ചെറിയ ആരോഗ്യ പ്രയാസങ്ങളുടെ ഒരു സൂചന കാണുന്നു. അതുമൊക്കെ അങ്ങോട്ട് നീങ്ങിപ്പോകും എന്നുള്ളതിലും സംശയം വേണ്ട. പുതിയ ക്യാഷ് ട്രാൻസാക്ഷൻസിനുള്ള ഒരു സാധ്യതയുള്ളൊരു സമയമാണ്. അൺഎക്സ്പെക്റ്റഡായിട്ട് അല്പം പണം വരാനുള്ള യോഗമൊക്കെ ഈ വാരം കാണുന്നുണ്ട്. പുതിയ ജോലി തരപ്പെടുന്നതിൻ്റെ ചില സൂചനകളും ലഭിക്കും. ഇപ്പോഴുള്ള ജോലി സ്ഥലത്ത് ചെറിയ ടെൻഷൻസും പ്രയാസങ്ങളും ഏറി വരുന്നില്ലേ എന്നുള്ളൊരു തോന്നലും ഉണ്ടാകാം. അതുപോലെ വളരെ വേണ്ടപ്പെട്ടവരിൽ പലരും നമുക്കെതിരായി പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു ഫീല് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കോപ സ്വഭാവമൊക്കെ ഏറിയിരിക്കുന്ന ഒരു വാരമാണ്. അതിലും ഒരു നിയന്ത്രണം വേണം. ഒരു ആത്മനിയന്ത്രണത്തിനായിട്ടും സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതത്തിനായിട്ടും നാരായണീയത്തിലെ ശ്രീകൃഷ്ണാവതാരം ഭാഗം ഭക്തിപൂർവ്വം പാരായണം ചെയ്തോളൂ. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. ആരോഗ്യകാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കണം. അതായത് ഈ ദൂരയാത്രയൊക്കെ ഒന്ന് കുറച്ചോളൂ. ഈ 2 വീലർ റൈഡ് കഴിയുന്നതും ഈ വാരം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ചെറിയ മുറിവ് പ്രയാസങ്ങൾ വരാം. തലവേദന, കണ്ണിന് ചെറിയ പ്രയാസങ്ങൾ ഏറിയിരിക്കുന്ന ഒരു വാരമാണ്. അതുപോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾ ഏറി വരാനുള്ള ഒരു സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജീവിത പങ്കാളിയുമായിട്ടൊക്കെ സംഭാഷണം നടത്തുന്നതിനകത്തൊരു സ്വയം നിയന്ത്രണം
നിയന്ത്രണം വേണം എന്നുള്ളതാണ്. അനാവശ്യമായിട്ടുള്ള കോപം പെട്ടെന്ന് വരാം. കോപം നിയന്ത്രിക്കുവാനായിട്ട് ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് മനസ്സുകൊണ്ട് 10 സെക്കൻഡ് പറഞ്ഞതിന് ശേഷം മാത്രം പ്രതികരിക്കുക. അതുകൊണ്ട് തന്നെ ഓഫീസിലായാലും ഗൃഹത്തിലായാലുമുള്ള അഭിപ്രായ വ്യത്യാസം, അകൽച്ച പൂർണ്ണമായിട്ടും ഒഴിവാക്കുവാൻ കഴിയും എന്നുള്ള കാര്യം അറിയുക. ക്യാഷ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈ വാരം അത്ര നല്ലതല്ല. അതായത് ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന മറ്റൊരു അവസരത്തിലേക്ക് മതി. അതുപോലെ ലാൻഡ് ട്രാൻസാക്ഷൻസും ഈ വാരം വേണ്ട. അതായത് കരാർ എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്യുക, അതൊക്കെ മറ്റൊരു അവസരത്തിലേക്ക് മാറ്റിവെക്കുക. വാസസ്ഥാനത്തൊരു മാറ്റം കാണുന്നുണ്ട്. താമസം ഒന്ന് മാറ്റാനുള്ള യോഗമുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഓഫീസിൽ ഒരു പ്ലേസ് ചേഞ്ച് എങ്കിലും വരാം. ഒരു ടേബിളിൽ നിന്ന് മറ്റൊരു ടേബിളിലേക്കോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കോ ഒക്കെ ട്രാൻസ്ഫർ വരുവാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. എല്ലാ കാര്യത്തിലും അല്പം ഒരു തടസ്സം, ഒരു വൈകി കാര്യങ്ങൾ വരുന്ന ഒരവസ്ഥയും കാണുന്നു. ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുവാനായി വ്യാഴാഴ്ച വ്രതമെടുത്ത വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി അവിടെ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ദിവസവും ശ്രീ വിഷ്ണു സ്തോത്രം കൂടി ജപിച്ചുള്ളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും ലഭിക്കും. സന്തോഷമായിരിക്കും. മകരം രാശി ഉത്രാട അവസാനത്തെ 1/4 ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. സാമ്പത്തികമായി മെച്ചപ്പെട്ട വാരമാണ്. പണം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പലപ്പോഴും അത് കയ്യിലൊക്കെ നിൽക്കാണ്ട് ഇങ്ങനെ ചിലവായി പോകുവാൻ അല്ലെങ്കിൽ ചിലവാക്കുവാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ആഡംബരങ്ങൾക്കായി പണം ചിലവാക്കുന്ന ഒരു വാരമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. പലരിൽ നിന്നും ഈ കൊടുത്ത പണം തിരിച്ചു കിട്ടാത്ത അല്ലെങ്കിൽ തിരിച്ചു കിട്ടുവാൻ ശ്രമിച്ചിട്ടും അത് വൈകുന്ന ഒരവസ്ഥ വരാം ഈ വാരം. അതുകൊണ്ട് ക്യാഷ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതൊക്കെ ഈ വാരം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അന്യർക്ക് ജാമ്യം നിൽക്കുക, ഇതൊന്നും തൽക്കാലം വേണ്ട. അന്യർക്ക് വേണ്ടി ഷുവറിറ്റി നിന്ന് കഴിഞ്ഞാൽ അത് പിന്നീട് കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഈ കാര്യം പറയുമ്പോൾ പലരും പറയും അതെപ്പോഴും അങ്ങനെയല്ല. എപ്പോഴും അങ്ങനെയൊന്നുമല്ല. നമ്മൾ പലരെയും സഹായിക്കേണ്ടതായി വരും. അതിൽ പലരും തിരിച്ചു തരികയും ചെയ്യും. ചിലർക്കൊക്കെ തിരിച്ചു തരാനുള്ള മനസ്സുണ്ടാവില്ല എന്ന് മാത്രമല്ല, ചിലർക്ക് തിരിച്ചു തരാനുള്ള മനസ്സുണ്ടായാലും കയ്യിൽ പണമില്ലാത്തൊരവസ്ഥ വരും. അങ്ങനെ പലപ്പോഴും ചില പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ഒരു വാരമായിരിക്കാം ഈ വാരം എന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞത് ക്യാഷ് അന്യർക്ക് കൊടുക്കാൻ പറ്റിയൊരു വാരമല്ല എന്നുള്ള കാര്യം അറിയാം. വിദ്യാർത്ഥികൾക്ക് നല്ല കോഴ്സസിന് അഡ്മിഷൻ ലഭിക്കുവാനും ജോലി അന്വേഷിക്കുന്നവർക്ക് തരക്കേടില്ലാത്ത ജോലി തന്നെ വന്നു ചേരാനുള്ള ഭാഗ്യവുമൊക്കെ ഈ വാരം കാണുന്നു. യാത്രകളിൽ നേട്ടങ്ങൾ വരാം. യാത്ര കൊണ്ട് സാമ്പത്തികമായിട്ട് ഉയർച്ച വരാനുള്ള ഭാഗ്യവും ഹൈ കോണ്ടാക്ട്സ് ലഭിക്കുവാനുള്ള യോഗവും കാണുന്നു. വിവാഹ കാര്യങ്ങളിലും യങ്സ്റ്റേഴ്സിൻ്റെ ഒരു തീരുമാനമാകുവാനുള്ള ഭാഗ്യമുണ്ട്. ജാതകമൊക്കെ പരിശോധിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും. അത് കാരണം ജാതകത്തിൽ ചൊവ്വാദോഷം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പരിഹരിച്ചതിന് ശേഷം മുന്നോട്ട് പോകുക. ഉത്തമ വിവാഹബന്ധവും നല്ല കുടുംബജീവിതവും ലഭിക്കാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു. പൊതുവെയുള്ള തടസ്സങ്ങളൊക്കെ നീക്കുവാനായി നാരായണീയത്തിലെ ശ്രീരാമ അവതാര വർണ്ണനം ഭാഗം ഭക്തിപൂർവ്വം പാരായണം ചെയ്യുക. അതുകൊണ്ട് ഒരു ആത്മസംയമനവും അതുകൊണ്ട് തന്നെ നേട്ടങ്ങളും വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. കുംഭം രാശി അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പൊരൂരിട്ടാതി ആദ്യത്തെ 1/4 ഭാഗം. പല കാര്യങ്ങളിലും ഉണ്ടായിരുന്ന ആവർത്തിച്ചുള്ള തടസ്സം, അതുകൊണ്ടുണ്ടായിരുന്ന ടെൻഷൻ, സാമ്പത്തികമായിട്ടുള്ള അധിക പണച്ചെലവ്, വാഹനത്തിന് എപ്പോഴും റിപ്പയർ വരിക അല്ലെങ്കിൽ തട്ടുമുട്ട, അങ്ങനെയൊക്കെയുള്ള പല പ്രയാസങ്ങൾ കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നതിൽ ഒരു കുറവ് അനുഭവപ്പെടും എന്നുള്ളതാണ്. കുറവെന്ന് വെച്ചാൽ ടോട്ടലി അതങ്ങോട്ട് മാറുന്നുള്ളതല്ല, പല കാര്യങ്ങളിലും കുറവ് ഉള്ളതായിട്ട് അനുഭവപ്പെടും. അതായത് ദോഷകാര്യങ്ങളൊന്നും കുറഞ്ഞതായിട്ട് അനുഭവപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ ഊർജ്ജസ്വലത വർദ്ധിക്കും. ബിസിനസ് രംഗത്ത് അതുകൊണ്ട് തന്നെ നേട്ടങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. പുതിയ പരിചയങ്ങൾ നമ്മളെ കൂടുതൽ ഉയർച്ചയിലേക്ക് എത്തിക്കും. നമുക്ക് നല്ല കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ ആ കോൺടാക്ട്സ് ഉപയോഗിക്കേണ്ട ഒരു വാരമാണ്. അതുകൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരും. യോജിച്ച രീതിയിലുള്ള പ്രൊഫഷണൽ കോഴ്സസ്, ഇപ്പോൾ MBA ആയാലും നമ്മൾ MBBS കഴിഞ്ഞിട്ടുള്ള MS MD അങ്ങനെയുള്ള കോഴ്സസിന് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കുവാനും ഒക്കെയുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു. MNC പ്ലേസ്മെൻറ്റ്, നല്ലൊരു ജോലിയിൽ, ഒരു ജോലിയിൽ ഇരിക്കുന്നവർക്ക് മറ്റൊരു ജോലിക്കുള്ള സാധ്യത, ഇതിൽ ഉയർച്ച, ബെറ്റർ സാലറി, ബെറ്റർ പ്രൊഫഷണൽ ആൻഡ് ലിവിങ് കണ്ടീഷൻസ്, ഇതിനൊക്കെയുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു. വിവാഹ കാര്യങ്ങളൊരു തടസ്സം അനുഭവപ്പെടാം. അതായത് ഇങ്ങോട്ട് വന്നാലും വിവാഹം പിന്നീട് മറുപടി കിട്ടാത്തത് കൊണ്ടുള്ളൊരു ടെൻഷൻ, യോജിച്ച വിവാഹാലോചനകൾ എന്താ ഇപ്പോൾ വരാത്തത് എന്നൊക്കെയുള്ളൊരു തോന്നലൊക്കെ ഈ വാരം ഉണ്ടാകാമെങ്കിലും വിവാഹ കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള സമയം വരുന്നുണ്ട്. പൊതുവെയുള്ള തടസ്സങ്ങളൊക്കെ നീക്കുവാനായി ശനിപ്രീതി വരുത്തുക, നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ
ശനിക്ക് ശനിയാഴ്ചകളിൽ പുഷ്പാഞ്ജലി കഴിപ്പിച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ശനി സ്തോത്രം, ശനി അഷ്ടോത്തര നാമാവലി ഇവ കൂടെ ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി കുടുംബത്തിന് സമാധാനവും സന്തോഷവും വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മീനം രാശി, പൂരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി രേവതി. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. മക്കളുടെ വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനം, അവരുടെ ജോലി കാര്യങ്ങളിൽ ഒരു തീരുമാനം, ജോലി ലഭിക്കുവാനും ബെറ്റർ സാലറി സ്വന്തം മക്കൾക്ക് ലഭിക്കുവാനും അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തിന് കുറച്ചുകൂടെ ഒരു സുഖം വരുവാനുമുള്ള യോഗമുണ്ട്. പുതു വസ്ത്രമൊക്കെ ലഭിക്കാനുള്ള യോഗമുണ്ട്. കോസ്റ്റ്ലി പ്രസൻസ് വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. ഇതുമാത്രമല്ല, വസ്തു അധീനത്തിൽ വന്നു ചേരാനുള്ള യോഗമുണ്ട്. കുടുംബത്തിൽ പാർട്ടിഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ കുടുംബത്തിൽ പണം വന്നു ചേരാനുള്ളൊരു യോഗമുണ്ട്. എന്നാൽ അധിക പണച്ചെലവുണ്ടാവും കേട്ടോ. ചിലവിലൊരു നിയന്ത്രണം വേണമെന്നേ ഉള്ളൂ. വാഹനത്തിന് റിപ്പയർ വർക്കിനുള്ള സാധ്യത, അല്ലെങ്കിൽ ഗൃഹത്തിൽ ചെറിയ റിപ്പയർ വർക്കിനുള്ള സാധ്യതയും അതുകൊണ്ട് തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസും വരുവാനുള്ള സാധ്യതയും ഈ വാരം കാണുന്നുണ്ട്. എന്നാൽ ഈ രാശിയിൽ ജനിച്ചതിൽ ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് അർഹിക്കുന്ന ജോലി വന്നു ചേരാനുള്ള യോഗമുണ്ട് എന്നുള്ളതാണ്. ദൂരദേശത്തും വിദേശത്തുമൊക്കെ ജോലിയോ വിദ്യാഭ്യാസത്തിനോ ഉള്ള സാധ്യതയുണ്ട്. അധികം യാത്ര ചെയ്യുന്ന സാഹചര്യം വന്നു ചേരാം. എന്നാൽ യാത്രയിൽ പണം ചെലവായാലും അതുകൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള യോഗമാണ് ഈ വാരം കാണുന്നത് എന്നുള്ള കാര്യം അറിയാം. അലർജിക് കണ്ടീഷൻ, സ്കിൻ ട്രബിൾസ് അതിനുള്ള സാധ്യതയുണ്ട്. കണ്ണ് സംബന്ധമായിട്ടും ചെറിയ പ്രോബ്ലംസ് കാണുന്നു. ഈ പ്രയാസങ്ങളൊക്കെ നീക്കുവാനായി ആദിത്യ ഹൃദയം ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് ദിവസവും ജപിക്കുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ആദിത്യന് പുഷ്പാഞ്ജലി ഞായറാഴ്ചകളിൽ കഴിപ്പിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി മനസ്സിന് സമാധാനവും കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ഇനി മെയിൽ ലെറ്റേഴ്സിനുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. ധാരാളം മെയിൽസ് ലഭിക്കുന്നുണ്ട്. അതിൽ നിന്നും തിരഞ്ഞെടുത്ത മെയിൽസിനാണ് ഇവിടെ മറുപടി പറയുന്നത്, കത്തുകൾക്കാണ് മറുപടി പറയുന്നത്. പലരും പറഞ്ഞിട്ടുണ്ട് കേരളത്തിന് പുറത്തുള്ള കത്തുകൾക്ക് പ്രാധാന്യം കൊടുക്കണം, കാരണം അവിടുന്ന് നല്ല ജ്യോത്സ്യന്മാരെ കണ്ടുകിട്ടാൻ ബുദ്ധിമുട്ടാണ്. പലരും വളരെ കോസ്റ്റ്ലിയാണ്. കേരളത്തിനേക്കാൾ 25, 50, 100 ഇരട്ടി ഫീസാണ് പലർക്കും ഉള്ളത് എന്നുള്ളതുകൊണ്ട് പല ജ്യോത്സ്യന്മാരെയും കാണുവാൻ സാധിക്കുന്നില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഓഫ് കോഴ്സ് കേരളത്തിന് പുറത്തുള്ള കത്തുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, കത്തുകൾക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മിസ് റിങ്കി സുഭാഷാണ് ന്യൂഡൽഹിയിൽ നിന്ന്. നക്ഷത്രം പൂരാടം. വിവാഹം കഴിഞ്ഞ് 7 വർഷമായി. മെഡിക്കലി ഫിറ്റാണ്. കുട്ടികളില്ല. ഡോക്ടേഴ്സിനെയൊക്കെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ കുട്ടികളുണ്ടാകും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പരിഹാരം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജാതകം അനുസരിച്ച് 5ാം സന്തതി സ്ഥാനാധിപൻ എന്ന് പറയുന്നത് മറഞ്ഞു നിൽക്കുകയാണ്. പാപഗ്രഹ യോഗവുമുണ്ട്. അപ്പോൾ അതായിരിക്കണം, രണ്ടുപേരുടെ ജാതകത്തിലും അത് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കുട്ടികളുണ്ടാകാൻ വൈകുന്നത്, ഫിസിക്കലി ഫിറ്റായിട്ടും. അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു പരിഹാരം എന്ന് പറയുന്നത് ഇവിടെ ചൊവ്വയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഭദ്രകാളി പൂജയാണ് അത്യാവശ്യം. അതുകൊണ്ട് നാട്ടിലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ, ഇപ്പോൾ നാട്ടിലില്ലാത്തതുകൊണ്ട് കൊടുങ്ങല്ലൂർ ചെയ്യുക എന്നുള്ളതാണ്. കൊടുങ്ങല്ലൂർ എല്ലാ വ്യാഴാഴ്ചയും അടുത്ത 18 ആഴ്ചകളിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. അവിടെ ഒരു മഞ്ഞൾപ്പറ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് വഴിപാടായിട്ട് വെച്ച് നാട്ടിലേക്ക് വരുമ്പോൾ അത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഭദ്രകാളി സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ ദിവസവും. എല്ലാ പ്രയാസങ്ങളും നീങ്ങും, നല്ലൊരു സ്ഥിതിയിലേക്ക് വരും. സന്തതി ഉണ്ടാവും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മിസ് സാനിയ സുരേഷ് ഭിലായിൽ നിന്നാണ്. ഓഡിറ്റർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇൻ എ കമ്പനി, വെൽ പെയ്ഡ് ആൻഡ് വെൽ സെറ്റിൽഡ്. 8 years looking for a suitable groom. I am not getting. It is getting unnecessarily delayed എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ മിസ് സാനിയ സുരേഷ് മലയാളിയാണോ എന്ന് പറഞ്ഞിട്ടില്ല. Anyway, she wants to get married and you want to get married and it is getting delayed. 7th house has got Shani and that is the reason for the delay. Don't worry. Your nakshatram is Vishakham Tulam Rashi. That is Libra.
and you are going to get married. You are going to get married in the year 2025 itself, either at the end of 2025, that is October, November, December, or January, February, March of 2026, you will get married. And your 7th house indicates that he is going to be very well placed and is going to be handsome. As Shukra is connected, he is likely to have some connection with the field of computer animation, digital designs, or some art form is also indicated. So far as his profession is concerned, you are going to have a very happy marital life, no doubt about it, but you are a bit stubborn and short-tempered, it appears, because of the position of Mars, and so be controlled in your talk and behavior, and you are going to have a very happy marital life if you can observe Monday Vridam and chant Shiva Stotra Saranamavali every day facing eastern direction, and things will be very nice. Be happy and confident. ഷാർങ്ങധരൻ പുനല്ലൂർ 71 പൂരം നക്ഷത്രം സമ്പാദ്യമില്ല, എല്ലാം മക്കൾക്ക് വേണ്ടി ചിലവഴിച്ചു. ഇപ്പോൾ ആർക്കും വേണ്ട. ഭാര്യ നേരത്തെ പോയി. ടൈലറിങ് ഷോപ്പ് ഉണ്ട്, അതിലും ഇപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല. ഇപ്പോൾ പണമില്ല, ഏകാന്തതയാണ്, മനസ്സിലാകെ ഒരു നിരാശ എന്ന് കാണുന്നുണ്ട് ജാതകത്തിൽ. പൂരം നക്ഷത്രത്തിന് ഇപ്പോൾ ശനി അത്ര അനുകൂല ഭാവത്തിലല്ല, അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെയുള്ള ടെൻഷൻസ് വന്നത്. പിന്നെ ഒരു ജീവിതത്തിൽ ഒരു പരമമായിട്ടുള്ള സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവർക്കും വേണ്ടി ചെയ്യുക, അത് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അവരൊക്കെ നല്ല നിലയിലേക്ക് വന്നോട്ടെ. ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു പണി നന്നായിട്ട് ഒരു ജോലി ചെയ്യാൻ അറിയാം, അല്ലേ? ടൈലറിങ് ഷോപ്പ് 18 വയസ്സിൽ ആരംഭിച്ചതാണ്. ഇറ്റ് വാസ് ഗോയിങ് ഓൺ വെരി വെൽ. നിരാശ കാരണമാണ് അതിൽ താല്പര്യം കുറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യും കേട്ടോ. കലാപരമായിട്ട് ഇനിയും കലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫീൽഡ് തന്നെയാണ് ടൈലറിങ്. അതിൽ ഉയർച്ച തീർച്ചയായിട്ടും വരും, അതിൽ സംശയമുണ്ട്. കാരണം ശുക്രൻ ഉച്ചസ്ഥനായിട്ടുള്ള ഒരു ജാതകമാണ്. ജാതകം അങ്ങനെ വെറുതെ പോവില്ല, അത് നന്നായിട്ട് തന്നെ വരും. ഈ ഏകാന്തതയൊക്കെ മാറും. ഏകാന്തതയൊക്കെ മാറാനായിട്ട് ഞാൻ ഇതൊരു കാര്യം പറയാം. അതിന് ശ്രീകൃഷ്ണാവതാരം ഭാഗം നാരായണീയത്തിലെ ദിവസവും പാരായണം ചെയ്തുകൊണ്ട് ഗുരുവായൂർ ഭജനം ഇരിക്കുക. ഈ ദശകം 1008 പ്രാവശ്യം ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് ജപിക്കുക. മനോനിയന്ത്രണം വരും എന്ന് മാത്രമല്ല, ജീവിതത്തെ ഒരു പുതിയ രീതിയിൽ കാണുവാനും ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുവാനുമുള്ള ഒരു ഭാഗ്യമുണ്ടാകും. പിന്നെ സാമ്പത്തികമായിട്ട് ഈ ജോലി നന്നായിട്ട് തുടരാൻ കഴിയും. 2026 സാമ്പത്തികമായിട്ട് വളരെയധികം നല്ല നിലയിൽ എത്തുന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഈ ജോലി അങ്ങോട്ട് തുടർന്നുള്ളൂ കേട്ടോ. യു എക്സൽ ഇൻ ദാറ്റ് ഫീൽഡ്. അല്ല, ആ ജോലിയിൽ കൂടുതൽ ഉയർച്ചയിലേക്ക് വരും, അതിൽ സംശയമൊന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കുക. പിന്നീട് മഹാലക്ഷ്മി സ്തോത്രം കൂടി ജപിക്കുന്നത് വളരെ നല്ലതാണ് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. സന്തോഷമായിരിക്കുക. അനു കെ നാണു 36 കാർത്തിക നക്ഷത്രം. ശ്രീമതി അനു കെ നാണു 36 കാർത്തിക നക്ഷത്രം. ഡിവോഴ്സി ആണ്. 7 വർഷമായി. അപ്പോൾ നേരത്തെ തന്നെ ഡിവോഴ്സായി. സെർച്ചിങ് ഫോർ മാരേജ് വെൻ ദുബായിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. കാർത്തിക നക്ഷത്രമാണ്. ഡിവോഴ്സി. ശ്രീമതി സൗഭാഗ്യവതി അനുവിന് വിവാഹമുണ്ട്. ഇതിനകത്ത് സന്തോഷകരമായിട്ടുള്ള വിവാഹം തന്നെ ലഭിക്കാനുള്ള ഭാഗ്യമാണ് കാണുന്നത്. നേരത്തെ വേണ്ട രീതിയിലുള്ള ജാതക പൊരുത്തം ഒരുപക്ഷെ ലാക്കിംഗ് ആയിരുന്നിരിക്കാം. ഇപ്പോൾ വിവാഹകാലമാണ്. കാർത്തിക നക്ഷത്രം ഇപ്പോൾ വിവാഹകാലമാണ്. വരുന്ന 9 മാസത്തിനകം തന്നെ വിവാഹ യോഗമുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ട ഒരാൾ തന്നെയായിരിക്കും വരിക. വലിയ അന്വേഷിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നും വരില്ല. ഇങ്ങോട്ട് തന്നെ പ്രപ്പോസൽ വരാനാണ് ഭാഗ്യം എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. എന്തായാലും ശിവപാർവതി സ്തോത്രം കൂടി ജപിച്ചോളൂ. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിട്ടിരിക്കുക. ഈ പ്രാർത്ഥനകൾ മുടക്കമില്ലാതെ തുടരുക. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽ അയക്കാം. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം ഇവയുണ്ടായിരിക്കും. ഇനി എന്താണ് അറിയേണ്ടതെന്നുള്ള കാര്യം കൂടി ഒന്ന് പറഞ്ഞുകൊള്ളുക. അത്രയേ ഉള്ളൂ. തിരഞ്ഞെടുത്ത മെയിൽസിന് ഈ പ്രോഗ്രാമിലൂടെ മറുപടി ലഭിക്കും. ഇന്നത്തെ ജ്യോതിഷ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ.